Hi everyone, this is Abin from Evika. മുടിയൊക്കെ ഒന്ന് കുറച്ച് കളർ ചെയ്ത് മങ്ങിയില്ലേ ഐ നോ മൊഞ്ചതാണ്. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടൈപ്പിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന എല്ലാ പുതിയ ആപ്പിളിലെ അപ്ഡേറ്റ്സിനെയും ന്യൂസിനെയും പറ്റിയാണ്. സോ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് iOS 17.4 ഒരു പുതിയ ബേറ്റ 4 റിലീസ് ആയിട്ടുണ്ട്. അതേപോലെ macOS, watchOS, iPadOS എന്നിങ്ങനെ എല്ലാ പുതിയ OSകളും ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iOS 7.4 പുതിയ റിലീസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ റിലീസ് എന്നായിരിക്കും വെച്ചാൽ മാർച്ച് ഫസ്റ്റ് വീക്കിൽ തന്നെ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കും. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം കാര്യങ്ങൾ ജാം പാക്ക് ചെയ്തിട്ടാണ് ആപ്പിൾ വരുത്തുന്നത്. അതേപോലെ നമ്മുടെ രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് ആപ്പിൾ ഇപ്പോൾ ഒരു സ്മാർട്ട് റിങ്ങിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്മാർട്ട് റിങ്ങിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിലാണെന്നാണ് അറിയാൻ കിട്ടിയ റിപ്പോർട്ട്. കാരണം ഇപ്പോൾ കുറച്ചധികം കമ്പനികൾ സ്മാർട്ട് റിങ്ങുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് റിങ് കൊണ്ട് നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ബ്ലഡ് ഓക്സിജൻ വരുന്നറിയില്ല, കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ റൂമറിൽ ബ്ലഡ് ഓക്സിജൻ, അതേപോലെ ഹാർട്ട് റേറ്റ്, നമ്മുടെ സ്ലീപ്പിൻ്റെ ആ ഒരു ക്വാളിറ്റി, എല്ലാ കാര്യങ്ങളും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ആപ്പിളിലായതുകൊണ്ട് തന്നെ ഒരു 10,000 തൊട്ട് വരാനാണ് ചാൻസ് ഉള്ളത് പ്രൈസിങ്ങിൽ. ഇനി അവരുടെ വേറെ കുറേ അഡീഷൻ നമ്മൾ പ്രതീക്ഷിക്കാതെ കുറച്ചധികം അപ്ഡേഷൻ കൊണ്ടുവരികയാണെങ്കിൽ പ്രൈസ് കൂടാനും ചാൻസ് ഉണ്ട്. ആപ്പിൾ മ്യൂസിക് എത്ര പേര് യൂസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്താണ് നമ്മുടെ വീഡിയോ തൊട്ടകത്ത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബർ ആണ് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ഒരു മ്യൂസിക് പ്ലെയർ ഏതാണ് നമ്മുടെ വീഡിയോ തൊട്ടകത്ത് കമൻറ്റ് ചെയ്യുക. കാരണം ആപ്പിൾ മ്യൂസിക്കിൽ കുറേയധികം അടിപൊളി ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ഓപ്ഷനാണ് മ്യൂസിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ സോങ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്പോട്ടിഫൈ ആയിക്കോട്ടെ, അതേപോലെ ആമസോൺ മ്യൂസിക് ആയിക്കോട്ടെ, ഈ പറയുന്ന ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ട്രാക്കുകൾ നമ്മൾ ഫേവറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കും. ഈ സെയിം പ്ലേലിസ്റ്റ് ആപ്പിൾ മ്യൂസിക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് മ്യൂസിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ ആപ്പിൾ മ്യൂസിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആപ്പിൾ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ല ഒരു മ്യൂസിക് പ്ലെയർ ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാൻ പോകുന്ന ഒരു മ്യൂസിക് പ്ലെയർ ആയിട്ട് ആപ്പിൾ മ്യൂസിക് വരുന്നതായിരിക്കും. മാർക്ക് ഗർമൻ്റെ നമ്മുടെ ഏറ്റവും വലിയ ലീക്ക് തരുന്ന മാർക്ക് ഗർമൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു 18 മാസത്തിന് ശേഷം ആപ്പിൾ വിഷൻ പ്രോ സെക്കൻഡ് ജനറേഷൻ വരും എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇപ്പോഴുള്ള ആപ്പിൾ വിഷൻ പ്രോനെ കുറച്ചധികം പ്രശ്നങ്ങൾ പറഞ്ഞേക്കുന്നുണ്ട്. അതിൻ്റെ നടുക്കുന്ന കുറച്ചധികം ക്രാക്കുകൾ വരുന്നതായിട്ട് റിപ്പോർട്ട് വരുന്നുണ്ട്. സോ ഈ പറഞ്ഞ വിഷൻ പ്രോ എടുത്ത കൂട്ടുകാർ ഇവിടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അമേരിക്കയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പുറത്തെവിടെ നിന്നും കൊണ്ടുവന്നതായിക്കോട്ടെ, ആ ഒരു വിഷൻ പ്രോ എപ്പോഴും ആ ഒരു പൗച്ചിലിട്ട് കേസിട്ട് എപ്പോഴും കെയർ ചെയ്യുക. കാരണം അതിൻ്റെ ഡിസ്പ്ലേ കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ച് വരികയാണെങ്കിൽ അത് പെർമനൻറ്റ് സ്ക്രാച്ച് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫുൾ ഫ്രണ്ട് ഡിസ്പ്ലേ മാറേണ്ട ഒരവസ്ഥയിലേക്ക് വരും. നല്ലൊരു കാശ് അതിന് പൊടിക്കേണ്ടി വരും. സോ എടുത്ത കൂട്ടുകാർ കെയർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന കൂട്ടുകാരും കെയർഫുൾ ആയിട്ട് തന്നെ ആ ഒരു കാര്യം കൊണ്ടു നടക്കാൻ നോക്കുക. വിഷൻ പ്രോവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഏറ്റവും ലക്ഷറി ബ്രാൻഡായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ലക്ഷറി എയർലൈൻ ബ്രാൻഡായിട്ടുള്ള ബിയോണ്ട് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ഈ ഒരു കമ്പനി പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുമ്പോൾ അവർക്ക് വിഷൻ പ്രോ കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു എയർലൈൻസ് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ വിഷൻ പ്രോ സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ വിഷൻ പ്രോ പാസഞ്ചേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന കമ്പനിയായിട്ടും വന്നിരിക്കുന്നത്. ഓരോ ട്രാവലിങ്ങിലും ഒരു 12 അല്ലെങ്കിൽ 8 മണിക്കൂറിൻ്റെയൊക്കെ ട്രാവലിങ്ങിൽ നിങ്ങൾക്ക് വിഷൻ പ്രോ യൂസ് ചെയ്തുകൊണ്ട് ട്രാവലിംഗ് കുറച്ചും കൂടെ ഈസി ആക്കാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കാമാക്കാം എന്നുള്ള ആ ഒരു പോളിസിയാണ് ബിയോണ്ട് എന്ന് പറയുന്ന എയർലൈൻ കമ്പനി ഇപ്പോൾ എടുത്തിരിക്കുന്നത്. iMessageൽ ഇനി മുതൽ അടിപൊളിയായുള്ള ചേഞ്ചസ് വരാൻ പോകണം. അതിൽ ഒന്നാമതാണ് സെക്യൂരിറ്റി ലെയർ എന്ന് പറയുന്നത്. പുതിയൊരു സെക്യൂരിറ്റി മെഷർമെൻറ്റ് ആപ്പിൾ എടുക്കാൻ പോവാണ്. ക്വാണ്ടം സെക്യൂരിറ്റി അക്കൗണ്ടല്ല, ഇത് ഫിസിക്സിലെ ക്വാണ്ടമാണ്. ഈ ഒരു ക്വാണ്ടം സെക്യൂരിറ്റി ഓപ്ഷൻ കൊണ്ടുവരാണെങ്കിൽ കുറച്ചും കൂടെ പ്രൈവസി, അതേപോലെ കുറച്ചും കൂടെ സെക്യൂരിറ്റി ഓരോ യൂസറിനും ലഭിക്കുന്നതാണ് ആപ്പിൾ പറയുന്നത്. മിക്കവാറും ഒരു 4-5 ഇയേഴ്സിൻ്റെ ഗ്യാപ്പിൽ iMessageൻ്റെ സെക്യൂരിറ്റി പ്ലാറ്റ്ഫോം ആപ്പിൾ നല്ല രീതിക്ക് ലോക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ iMessageൻ്റെ സെക്യൂരിറ്റി കുറച്ചും കൂടെ ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ്, കുറച്ചും കൂടെ സെക്യൂർഡ് ആണ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആപ്പിളിലെ ഒരു പുതിയ ആപ്ലിക്കേഷൻ, ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ റിലീസ് ആയിട്ട് നമുക്ക് അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിലില്ല, ആകെ 3 സ്ഥലത്തേ ഉള്ളൂ. UK, US, കാനഡ, ഈ 3 സ്ഥലത്ത് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ആപ്പിൾ സ്പോർട്സ് എന്ന് പറയുന്നത്. ഈ ഒരു പേര് പറയുന്ന പോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ഫോർ സ്പോർട്സ് ആണ്. നമ്മുടെ MLS ഇല്ലേ, മേജർ ലീഗ് സോക്കർ എന്നിങ്ങനെ കുറച്ചധികം അമേരിക്കയിലും കാനഡയിലൊക്കെ എടുക്കുന്ന കുറച്ച് ഈ ഒരു ഗെയിംസിൻ്റെ കാര്യങ്ങൾ മാത്രം, സ്പോർട്സും ബാക്കി അതിൻ്റെ മാർക്സും സ്കോറും എല്ലാം മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ലഭിക്കുള്ളൂ. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷനിൽ കുറച്ചധികം പ്രശ്നമുണ്ട്. കാരണം ഇത് ബാക്ക്ഗ്രൗണ്ടിൽ സ്വെച്ച് ചെയ്യില്ല.
നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ആവില്ല. അതേപോലെ ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ടില്ല. ഐപാഡിലും ഐഫോണിലും മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഉണ്ട്. കാരണം ഇതൊരു ഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇനി ആപ്പിൾ അത് ഡെവലപ്പ് ചെയ്ത് റിഫൈൻ ചെയ്തെടുക്കുമ്പോഴാണ് എല്ലാ കൂട്ടർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ കുറേയധികം കാര്യം അറിഞ്ഞു വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. ആൻഡ് ഇതേപോലെ പുതിയ പുതിയ കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് Xavier സൈനിങ് ഫ്രം എവിക്ക.